വെൽക്കം ബാക്ക് ടു ഐഫർ എഡ്യൂക്കേഷൻ. സോ എന്തൊക്കെയാണ് കുട്ടികളെ, നിങ്ങൾ എല്ലാവരും PYQ ഒക്കെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഫൈനൽ ലാപ്പൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് നിൽക്കുകയാണോ അതോ ടെൻഷനായി നിൽക്കുകയാണോ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. എനിവേ നിങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു പുതിയ സംഭവം തുടങ്ങാം അല്ലേ? എന്താണ്? ഷുവർ ഷോട്ട്. നമ്മൾ ഇന്ന് ഷുവർ ഷോട്ടിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ നമ്മുടെ ഷുവർ ഷോട്ട്സ് എല്ലാവരും കാണുക കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഷുവർ ഷോട്ടിൽ നമ്മൾ 5 questions ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 questions ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് PYQ അല്ല, മീൻസ് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, മേ ബി വന്നതായിരിക്കാം. എനിവേ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി വരാൻ സാധ്യതയുള്ള നമുക്ക് പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഷോർട്ട് നിങ്ങൾ ഡെയിലി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം വരുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് സർപ്രൈസ് ആണ്, പറയില്ല. ഓക്കെ, എനിവേ നമുക്ക് ഇന്ന് നമ്മുടെ 5 questions ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ 5 questions ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം അല്ലേ? നിങ്ങൾക്ക് ആൻസർ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ആൻഡ് എൻ്റെ കൂടെ ഇങ്ങനെ ആൻസർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് question is the ecclesiastical history of the English people was originally composed in dash and is considered one of the most important original references on Anglo-Saxon history. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത് ഒറിജിനലി കമ്പോസ് ചെയ്തിട്ടുള്ളത് ഏത് ലാംഗ്വേജിലാണെന്നാണ് അല്ലേ? സോ ഏത് ലാംഗ്വേജിലാണ്? ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇംഗ്ലീഷ്, ലാറ്റിൻ, ജർമ്മൻ, ഫ്രഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ്? നിങ്ങളൊന്ന് ചൂസ് ചെയ്യാൻ നോക്കിയേ. ഈ വർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? നമ്മൾ ആംഗ്ലോ സാക്സൺ പീരീഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള വർക്കാണല്ലേ അത് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ എന്ന് പറയുന്നത്. സോ അത് ഏത് ലാംഗ്വേജിലാണ് ഒറിജിനലി കമ്പോസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, നിങ്ങൾ ആൻസർ മൈൻഡിൽ വിചാരിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസർ നോക്കാം അല്ലേ? സോ ആൻസർ ബി, ലാറ്റിൻ ആണ്. ഓക്കെ, സോ ലാറ്റിൻ ലാംഗ്വേജിലാണ് അത് ഒറിജിനലി കമ്പോസ് ചെയ്തത്. ആൻഡ് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അത് ആരാ എഴുതിയത്? ആരാണ് എഴുതിയത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സെയിന്റ് ബീഡ് അല്ലേ? സെയിന്റ് ബീഡ് എഴുതിയിട്ടുള്ള വർക്കാണ് ദ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. ആൻഡ് ആ ഒരു വർക്ക് കൊണ്ട് തന്നെ നമ്മുടെ സെയിന്റ് ബീഡ് ആരാണിടാ? നമ്മുടെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ആണ് അല്ലേ? ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ആണ് സെയിന്റ് ബീഡ്. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദ ഫസ്റ്റ് ബുക്ക് ദാറ്റ് വാസ് റിട്ടൺ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട് അല്ലെ? ഏത് ബുക്കാണ് അല്ലെ റിനൈസൻസിന്റെ ഇൻഫ്ലുവൻസിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് ബുക്ക് ഏതാണ്? ഏതാണെന്ന് നോക്കി. ഫസ്റ്റ് ഓപ്ഷൻ എ വരുന്നത് ഉട്ടോപ്പിയ ആണ്, ബി കാന്റർബറി ടെയിൽസ് ആൻഡ് ദ പവർ ആൻഡ് ദ ഗ്ലോറി, ഡി ദ ടെമ്പസ്റ്റ്. ഇതിലേതാണ്? ഇതിൽ ചില വർക്ക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലത് കേൾക്കാത്തുണ്ടാവും. എനിവേ ആൻസർ ഏതാന്ന് ചൂസ് ചെയ്യാം. നമുക്ക് നോക്കാം അല്ലെ? സോ ആൻസർ ഇസ് എ, ഉട്ടോപ്പിയ. സോ ഇവിടെ ഞാനൊരു ചെറിയ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എന്താണ്? ദ ടേം ഉട്ടോപ്പിയ വാസ് കോയിൻഡ് ബൈ സർ തോമസ് മോർ ഇൻ ഹിസ് 1516 ബുക്ക് ഉട്ടോപ്പിയ അല്ലെ? ഉട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ആരുടെ ബുക്കാണ്? സർ തോമസ് മോറിന്റെ ബുക്കിൽ ആണ് ആള് ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത് അല്ലെ? ഉട്ടോപ്പിയ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്യുന്നത്. സോ ഈ ബുക്ക് ആരുടെയാന്ന് കിട്ടി? ഉട്ടോപ്പിയ ആരുടെ ബുക്കാണ്? സർ തോമസ് മോറിന്റെ ആന്ന് കിട്ടി. ആൻഡ് ഡിസ്ക്രൈബിംഗ് എ ഫിക്ഷണൽ ഐലൻഡ് സൊസൈറ്റി ഇൻ ദ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക. അതൊന്നും വലിയ കാര്യമില്ല. എനിവേ നോക്കിയ ദ ബുക്ക് വാസ് റിട്ടൺ ഇൻ ലാറ്റിൻ അല്ലെ? ആൻഡ് ഈ ബുക്ക് ഏതിലാണ് എഴുതിയത്? ലാറ്റിൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ബുക്കാണ്. ഓക്കെ, സോ ദാറ്റ്സ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് കൺട്രി ദ ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് ടുക്ക് പ്ലേസ്? ഇത് നിങ്ങൾക്ക് അറിയാലോ, ഉറപ്പാണ് നിങ്ങൾക്ക് അറിയുന്നത്. ഏത് കൺട്രിയിലാണ് നമ്മുടെ പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. എ ഇറ്റലി, ബി അമേരിക്ക, സി ഇംഗ്ലണ്ട്, ഡി ജർമ്മനി. ഇതിന് ഓപ്ഷൻസിന്റെ പോലെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ അല്ലേ? സോ നമുക്ക് നോക്കാം അല്ലേ ഏത് കൺട്രിയിലാണെന്ന്. ഡി ജർമ്മനി. നിങ്ങൾ ആൻസർ തന്നെയാണ് വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. എനിവേ ആൻസർ ജർമ്മനിയാണ്. ആൻഡ് ആരായിരുന്നു നമ്മുടെ പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആരാണെടാ? ജോഹാൻസ് ഗുട്ടൻബർഗ് ആണ് അല്ലെ? ജോഹാൻസ് ഗുട്ടൻബർഗ് ആണ് ജർമ്മനിയിൽ നമ്മുടെ പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ്
അത് ഏത് ഇയറിലാണ്? അറൌണ്ട് 1440 അല്ലേ? 1440 നമ്മുടെ പ്രിന്റിംഗ് പ്രസ് ഇതിൽ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. യാ, ആൻഡ് സ്റ്റാർട്ടഡ് ദ പ്രിന്റിംഗ് റെവല്യൂഷൻ അല്ലേ? യെസ്. സോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി സോണറ്റ്സ് ആർ ദർ ഇൻ അമോററ്റി അല്ലേ? അമോററ്റി എത്ര സോണറ്റ്സ് ആണ് ഈ ഒരു വർക്കിലുള്ളത്? ആൻഡ് ഈ വർക്കിനെ കുറിച്ച് നമ്മൾ PYQ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആര് എഴുതിയതാണെന്നും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എത്ര സോണറ്റ്സ് ആണ് അമോററ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിനകത്ത് ഉള്ളത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് 87, 88, 89, 90. അല്ല ഏതായിരിക്കും? 90 റൗണ്ട് ആക്കണോ അതോ ഏതാണ്? ചൂസ് ചെയ്ത് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം അല്ലേ? യാ, സോ ആൻസർ ഇസ് 89. ഓക്കെ, ഇവിടെ ഓപ്ഷൻ നമ്മൾ കൊടുത്ത 90 ആയി പോയിട്ടുണ്ട്. ഞാൻ റൗണ്ട് ആക്കി തോന്നുന്നു. എനിവേ ഓപ്ഷൻ ഈസ് 89 ആൻഡ് എക്സ്പ്ലനേഷൻ നോക്കുക. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. സോ എന്തൊക്കെയാണ് കുട്ടികളെ, നിങ്ങൾ എല്ലാവരും PYQ ഒക്കെ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ഫൈനൽ ലാപ്പൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് നിൽക്കുകയാണോ അതോ ടെൻഷനായി നിൽക്കുകയാണോ? ഒരു പിടുത്തവും കിട്ടുന്നില്ല. എനിവേ നിങ്ങൾ എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു പുതിയ സംഭവം തുടങ്ങാം അല്ലേ? എന്താണ്? ഷുവർ ഷോട്ട്. നമ്മൾ ഇന്ന് ഷുവർ ഷോട്ടിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ നമ്മുടെ ഷുവർ ഷോട്ട്സ് എല്ലാവരും കാണുക കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഷുവർ ഷോട്ടിൽ നമ്മൾ 5 questions ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 questions ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് PYQ അല്ല, മീൻസ് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, മേ ബി വന്നതായിരിക്കാം. എനിവേ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി വരാൻ സാധ്യതയുള്ള നമുക്ക് പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവല്ലോ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഷോർട്ട് നിങ്ങൾ ഡെയിലി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം വരുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അത് സർപ്രൈസ് ആണ്, പറയില്ല. ഓക്കെ, എനിവേ നമുക്ക് ഇന്ന് നമ്മുടെ 5 questions ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് നമ്മുടെ 5 questions ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം അല്ലേ? യാ, നിങ്ങൾക്ക് ആൻസർ അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ആൻഡ് എൻ്റെ കൂടെ ഇങ്ങനെ ആൻസർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് question is the ecclesiastical history of the English people was originally composed in dash and is considered one of the most important original references on Anglo-Saxon history. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത് ഒറിജിനലി കമ്പോസ് ചെയ്തിട്ടുള്ളത് ഏത് ലാംഗ്വേജിലാണെന്നാണ് അല്ലേ? സോ ഏത് ലാംഗ്വേജിലാണ്? ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഇംഗ്ലീഷ്, ലാറ്റിൻ, ജർമ്മൻ, ഫ്രഞ്ച് ഉണ്ട്. അപ്പോൾ ഇതിലേത് ഓപ്ഷനാണ് കറക്റ്റ്? നിങ്ങളൊന്ന് ചൂസ് ചെയ്യാൻ നോക്കിയേ. ഈ വർക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ആംഗ്ലോ സാക്സൺ പീരീഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള വർക്കാണല്ലേ അത്, എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ എന്ന് പറയുന്നത്. സോ അത് ഏത് ലാംഗ്വേജിലാണ് ഒറിജിനലി കമ്പോസ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, നിങ്ങൾ ആൻസർ മൈൻഡിൽ വിചാരിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസർ നോക്കാം അല്ലേ? സോ ആൻസർ ബി, ലാറ്റിൻ ആണ്. ഓക്കെ, സോ ലാറ്റിൻ ലാംഗ്വേജിലാണ് അത് ഒറിജിനലി കമ്പോസ് ചെയ്തത്. ആൻഡ് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അത് ആരാ എഴുതിയത്? എഴുതിയത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സെയിൻറ്റ് ബീഡ് അല്ലേ? സെയിൻറ്റ് ബീഡ് എഴുതിയിട്ടുള്ള വർക്കാണ് ദ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. ആൻഡ് ആ ഒരു വർക്ക് കൊണ്ട് തന്നെ നമ്മുടെ സെയിൻറ്റ് ബീഡ് ആരാണിടാ? നമ്മുടെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ആണ് അല്ലേ? ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി ആണ് സെയിൻറ്റ് ബീഡ്. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ ദ ഫസ്റ്റ് ബുക്ക് ദാറ്റ് വാസ് റിട്ടൺ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഇൻ ഇംഗ്ലണ്ട് അല്ലേ? ഏത് ബുക്കാണ് അല്ലേ റിനൈസൻസിന്റെ ഇൻഫ്ലുവൻസിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് ബുക്ക് ഏതാണ്? ഏതാണെന്ന് നോക്കി. ഫസ്റ്റ് ഓപ്ഷൻ എ വരുന്നത് ഉട്ടോപ്പിയ ആണ്, ബി കാന്റർബറി ടെയിൽസ് ആൻഡ് ദ പവർ ആൻഡ് ദ ഗ്ലോറി, ഡി ദ ടെമ്പസ്റ്റ്. ഇതിലേതാണ്? ഇതിൽ ചില വർക്ക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലത് കേൾക്കാത്തുണ്ടാവും. എനിവേ ആൻസർ ഏതാണെന്ന് ചൂസ് ചെയ്യാം. നമുക്ക് നോക്കാം അല്ലേ? യെസ്, സോ ആൻസർ ഇസ് എ ഉട്ടോപ്പിയ. സോ ഇവിടെ ഞാനൊരു ചെറിയ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. എന്താണ്? ദ ടേം ഉട്ടോപ്പിയ വാസ് കോയിൻഡ് ബൈ സർ തോമസ് മോർ ഇൻ ഹിസ് 1516 ബുക്ക് ഉട്ടോപ്പിയ അല്ലേ? ഉട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടുള്ള ആരുടെ ബുക്കാണ്? യെസ്, തോമസ് മോറിൻ്റെ ബുക്കിൽ
ആണ് ആൾ ഈ ഒരു ടേം കോയിൻ ചെയ്യുന്നത് അല്ലേ, ഉട്ടോപ്യ എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്യുന്നത്. സോ ഈ ബുക്ക് ആരുടെയാന്ന് കിട്ടി? ഉട്ടോപ്യ ആരുടെ ബുക്കാണ്? സർ തോമസ് മോറിന്റെ ആന്ന് കിട്ടി. ആൻഡ് ഡിസ്ക്രൈബിംഗ് എ ഫിക്ഷണൽ ഐലൻഡ് സൊസൈറ്റി ഇൻ ദ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക. അതൊന്നും വലിയ കാര്യമില്ല. ഇനി നോക്കിയോ, ആൻഡ് ദ ബുക്ക് വാസ് റിട്ടൺ ഇൻ ലാറ്റിൻ അല്ലേ. ആൻഡ് ഈ ബുക്ക് ഏതിലാണ് എഴുതിയത്? ലാറ്റിൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ബുക്കാണ്. ഓക്കെ, സോ ദാറ്റ്സ് അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് കൺട്രി ദ ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് ടുക്ക് പ്ലേസ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, ഉറപ്പാണ് നിങ്ങൾക്ക് അറിയുന്നത്. ഏത് കൺട്രിയിലാണ് നമ്മുടെ പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. എ ഇറ്റലി, ബി അമേരിക്ക, സി ഇംഗ്ലണ്ട്, ഡി ജർമ്മനി. ഇതിന് ഓപ്ഷൻസിന്റെ പോലെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ അല്ലേ. സോ നമുക്ക് നോക്കാമല്ലേ ഏത് കൺട്രിയിലാണെന്ന്. ഡി ജർമ്മനി. നിങ്ങൾ ആൻസർ തന്നെയാണ് വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. എനിവേ ആൻസർ ജർമ്മനിയാണ്. ആൻഡ് ആരായിരുന്നു നമ്മുടെ പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആരാണെടാ? ജോഹാൻസ് ഗുട്ടൻബർഗ് ആണ് അല്ലേ. ജോഹാൻസ് ഗുട്ടൻബർഗ് ആണ് ജർമ്മനിയിൽ നമ്മുടെ പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് ഏത് ഇയറിലാണ്? അറൗണ്ട് 1440 അല്ലേ. 1440 നമ്മുടെ പ്രിന്റിംഗ് പ്രസ് ഇന്ത്യയിൽ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. യാ, ആൻഡ് സ്റ്റാർട്ടഡ് ദ പ്രിന്റിംഗ് റെവല്യൂഷൻ അല്ലേ. യെസ്. സോ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ഹൗ മെനി സോണറ്റ്സ് ആർ ദർ ഇൻ അമോറോട്ടി അല്ലേ. അമോറോട്ടി എത്ര സോണറ്റ്സ് ആണ് ഈ ഒരു വർക്കിലുള്ളത്? ആൻഡ് ഈ വർക്കിനെ കുറിച്ച് നമ്മൾ PYQ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആര് എഴുതിയതാണെന്നും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എത്ര സോണറ്റ്സ് ആണ് അമോറോട്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിനകത്ത് ഉള്ളത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. 87, 88, 89, 90. ഇതിൽ ഏതായിരിക്കും? 90 റൗണ്ട് ആക്കണോ അതോ ഏതാണ്? ചൂസ് ചെയ്ത് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം അല്ലേ. യാ, സോ ആൻസർ ഇസ് 89. ഓക്കെ, ഇവിടെ ഓപ്ഷൻ നമ്മൾ കൊടുത്ത 90 ആയി പോയിട്ടുണ്ട്. ഞാൻ റൗണ്ട് ആക്കിയെന്ന് തോന്നുന്നു. എനിവേ ഓപ്ഷൻ ഈസ് 89. ആൻഡ് എക്സ്പ്ലനേഷൻ നോക്കുക. എഡ്മണ്ട് സ്പെൻസർ അല്ലേ. അപ്പോൾ ആരുടെ വർക്കാന്ന് മനസ്സിലായി? എഡ്മണ്ട് സ്പെൻസറുടെ വർക്കാണ്. ആൻഡ് എഡ്മണ്ട് സ്പെൻസർ വാസ് ആൻ ഇംഗ്ലീഷ് പോയറ്റ് ബെസ്റ്റ് നോൺ ഫോർ ദ ഫെയറി ക്വീൻ. ഈ ഒരു വർക്കിന്റെ പേരിലായിരുന്നു നമ്മൾ കഴിഞ്ഞ PYQ ഡിസ്കഷനിൽ നമ്മൾ ഈ ഒരു ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ആൻഡ് ഫെയറി ക്വീൻ ആൻ എപ്പിക് പോയം ദാറ്റ് ഫാന്റാസ്റ്റിക്കൽ അലഗറി സെലിബ്രേറ്റിംഗ് ദ ട്യൂഡർ ഡൈനാസ്റ്റി ആൻഡ് എലിസബത്തിൻ ഫസ്റ്റ് അല്ലേ. സോ ട്യൂഡർ ഡൈനാസ്റ്റിയുടെയും അതുപോലെ എലിസബത്തിൻ ഫസ്റ്റിനെയും കുറിച്ചല്ലേ അവരുടെ കാര്യങ്ങൾ അവരെ കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എപ്പിക് പോയമാണ് അല്ലേ. എന്താണിത്? ഒരു എപ്പിക് പോയമാണ്. ആൻഡ് അമോറിറ്റി ഏത് ഇയറിലാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്? 1595 ആൻഡ് ഇൻക്ലൂഡഡ് ദ സീക്വൻസസ് ഓഫ് 89 സോണറ്റ്സ് അല്ലേ. 89 സോണറ്റ്സ് ആണ് ആ വർക്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഞാനിവിടെ സ്പെൻസറിൻ്റെ ലൈഫ് സ്പാനൊക്കെ കൊടുത്തിട്ടുണ്ട്. 1552 to 1599 വരെയാണ് അല്ലേ. സോ ഇതാണ് ആ ഒരു വർക്കിനെ കുറിച്ചും നമ്മുടെ റൈറ്ററെ കുറിച്ചും ഒരു ഓവറോൾ ഐഡിയ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇസ് ഹു ഈസ് റിഗാർഡഡ് ആസ് എ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരു ഫാദറിനെ പറഞ്ഞു, ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി പറഞ്ഞു അല്ലെ, സെയിം ബീറ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം. ആരാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം? ഫാദർ ഓഫ് ഇംഗ്ലീഷ് ആരാ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോയട്രി ആരോ ഒരുപാട് ഫാദേഴ്സ് നമ്മളിങ്ങനെ പോരുന്ന വഴിക്ക് പഠിക്കുന്നുണ്ടല്ലോ. അതാരായിരുന്നു? ജെഫ്രി ചോസർ ആണ്. അത് നിങ്ങൾക്ക് അറിയാം, അത് അത്രയും എളുപ്പമാണ് അല്ല. സോ ആരാണ് ഈ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം? അതാരാണെന്ന് നോക്കി. ഓപ്ഷൻസിൽ എ ജോൺ മിൽട്ടൺ ഉണ്ട്, ബി ജോൺ കീറ്റ്സ് ഉണ്ട്, ആൻഡ് ജോൺ ഡ്രൈഡൻ ഉണ്ട്, ഡി ജോൺ ബാനിയൻ ഉണ്ട്. സോ ഫുൾ ഒരു ജോൺമാരുടെ കളിയാണ്. ഇതിൽ ഏത് ജോണാണ് നമ്മുടെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നത്? ചൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം അല്ലേ. സോ ആൻസർ സി ജോൺ ഡ്രൈഡൻ ആണ്. ഓക്കെ, ഡ്രൈഡൻ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നത്. ആൻഡ് ജോൺ ഡ്രൈഡൻ വാസ് ബോൺ ഇൻ 1631 റൈറ്റ്, 1631 ആൻഡ് died in 1700 and was an English poet. English poet ആയിരുന്നു, ലിറ്റററി ക്രിറ്റിക് ആണ്, ആൻഡ് ട്രാൻസ്ലേറ്റർ ആണ്, അതുപോലെ പ്ലേ റൈറ്റ് ആണ്. ആൻഡ് ഹി വാസ് അപ്പോയിന്റഡ് ഇംഗ്ലണ്ട്സ് ഫസ്റ്റ് പോയിറ്റ് ലോറേറ്റ് അല്ലേ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചൂടെ? അല്ലേ. സോ ഹി വാസ് അപ്പോയിന്റഡ് ഇംഗ്ലണ്ട്സ് ഫസ്റ്റ് പോയിറ്റ് ലോറേറ്റ് അല്ലേ. ഫസ്റ്റ് പോയിറ്റ് ലോറേറ്റ് ആരാണ്? ഇംഗ്ലണ്ടിൻ്റെ ജോൺ ഡ്രൈഡൻ ആണ്. ഓക്കെ, ആൻഡ് ഏത് ഇയറിലാണ്? 1688 അല്ലേ.
and he is rightly considered as the father of English criticism. And father of English criticism ആരാണ്? ജോൺ ഡ്രൈഡൻ ആണ്. സോ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇത് മാത്രമല്ല, നിങ്ങൾ ഓരോ ദിവസവും ഇതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങോട്ട് റെഫർ ചെയ്യാൻ എടുക്കുക. ആൻഡ് PYQ അല്ലാതെ തന്നെ എന്തെങ്കിലും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുമല്ലോ, അങ്ങനത്തെ രീതിക്കൊക്കെ നോക്കി വെച്ച് എല്ലാം ഒന്ന് പഠിക്കാം കേട്ടോ. സോ ഇനി നമുക്ക് അധിക ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും നമുക്ക് എന്തായാലും എന്താക്കണം, അടിച്ച് പൊളിച്ച് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്, ബൈ. സ്പെൻസർ അല്ലേ, അപ്പൊ ആരുടെ വർക്കാന്ന് മനസ്സിലായി, എഡ്മണ്ട് സ്പെൻസറുടെ വർക്കാണ്. ആൻഡ് എഡ്മണ്ട് സ്പെൻസർ വാസ് ആൻ ഇംഗ്ലീഷ് പോയറ്റ് ബെസ്റ്റ് നോൺ ഫോർ ദ ഫെയറി ക്വീൻ. ഈ ഒരു വർക്കിന്റെ പേരിലായിരുന്നു നമ്മൾ കഴിഞ്ഞ PYQ ഡിസ്കഷനിൽ നമ്മൾ ഈ ഒരു ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. And Fairy Queen, an epic poem that fantastical allegory celebrating the Tudor dynasty and Elizabethan first. So Tudor dynasty-യും അതുപോലെ എലിസബത്ത് ഫസ്റ്റിനെയും കുറിച്ചുള്ള അവരുടെ കാര്യങ്ങൾ അവരെ കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എപ്പിക് പോയമാണ് അല്ലെ. എന്താണിത്? ഒരു എപ്പിക് പോയമാണ്. ആൻഡ് അമോറിറ്റി ഏത് ഇയറിലാണ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത്? 1595 and included the sequences of 89 sonnets. 89 sonnets ആണ് ആ വർക്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഞാനിവിടെ സ്പെൻസറിന്റെ ലൈഫ് സ്പാൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1552 to 1599 വരെയാണ് അല്ലേ. സോ ഇതാണ് ആ ഒരു വർക്കിനെ കുറിച്ചും നമ്മുടെ റൈറ്ററെ കുറിച്ചും ഒരു ഓവറോൾ ഐഡിയ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ 5th ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. സോ 5th question is, who is regarded as the father of English literary criticism? അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരു ഫാദറിനെ പറഞ്ഞു, ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി പറഞ്ഞു അല്ലെ, സെയിന്റ് ബീഡ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ള ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം. ആരാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം? ഫാദർ ഓഫ് ഇംഗ്ലീഷ് ആരാ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോയട്രി ആരോ ഒരുപാട് ഫാദേഴ്സ് നമ്മൾ ഇങ്ങനെ പോരുന്ന വഴിക്ക് പഠിക്കുന്നുണ്ടല്ലോ. അതാരായിരുന്നു? ജെഫ്രി ചോസർ ആണ്. അത് നിങ്ങൾക്ക് അറിയാം, അത് അത്രയും എളുപ്പമാണ് അല്ല. സോ ആരാണ് ഈ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം? അതാരാണെന്ന് നോക്കി. ഓപ്ഷൻസിൽ A. ജോൺ മിൽട്ടൺ ഉണ്ട്, B. ജോൺ കീറ്റ്സ് ഉണ്ട്, ആൻഡ് ജോൺ ഡ്രൈഡൻ ഉണ്ട്, D. ജോൺ ബാനിയൻ ഉണ്ട്. സോ ഫുൾ ഒരു ജോൺമാരുടെ കളിയാണ്. ഇതിൽ ഏത് ജോൺ ആണ് നമ്മുടെ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നത്? ചൂസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം അല്ലേ. സോ ആൻസർ C. ജോൺ ഡ്രൈഡൻ ആണ്. ഓക്കെ, ഡ്രൈഡൻ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസം എന്നറിയപ്പെടുന്നത്. And John Dryden was born in 1631, right? 1631 and died in 1700 and was an English poet. English poet ആയിരുന്നു, literary critic ആണ്, and translator ആണ്, അതുപോലെ playwright ആണ്. And he was appointed England's first poet laureate. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചൂടെ? അല്ലേ. സോ he was appointed England's ഫസ്റ്റ് പോയറ്റ് ലിവറേറ്റ് അല്ലേ. ഫസ്റ്റ് പോയറ്റ് ലിവറേറ്റ് ആരാണ്? ഇംഗ്ലണ്ടിന്റെ ജോൺ ഡ്രൈഡൻ ആണ്. ഓക്കെ, ആൻഡ് ഏത് ഇയറിലാണ്? 1680 അല്ലേ. ആൻഡ് ഹീ ഈസ് റൈറ്റ്ലി കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം. ആൻഡ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം ആരാണ്? ജോൺ ഡ്രൈഡൻ ആണ്. സോ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇത് മാത്രമല്ല, നിങ്ങൾ ഓരോ ദിവസവും ഇതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങോട്ട് റെഫർ ചെയ്യാൻ എടുക്കുക. ആൻഡ് PYQ അല്ലാതെ തന്നെ എന്തെങ്കിലും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുമല്ലോ, അങ്ങനത്തെ രീതിക്കൊക്കെ നോക്കി വെച്ച് എല്ലാം ഒന്ന് പഠിക്കാം കേട്ടോ. സോ ഇനി നമുക്ക് അധിക ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളും നമുക്ക് എന്തായാലും എന്താക്കണം, അടിച്ച് പൊളിച്ച് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്, ബൈ.